So hello guys, I am Aditya. Malayalam Tech Factory channel പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ലൈറ്റ് കത്തുന്ന കണ്ടൻസർ മൈക്രോഫോണിനെ കുറിച്ചാണ്. അതായത് Maono എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന അവരുടെ ഏറ്റവും പുതിയ RGB ഗെയിമിംഗ് കണ്ടൻസർ മൈക്രോഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത്. So, this is a decent packaging of microphone. Box open obviously our microphone a USB cable a microphone installation ring a tripod a user manual open documents. So, this is the main box contents. This microphone installation is easy user manual install that's follow this microphone features so RGB lighting ഒരു ബ്രീത്തിങ് എഫക്റ്റിൽ പല കളറിൽ ഇതിങ്ങനെ മാറി മാറി കത്തിക്കൊണ്ടിരിക്കും. കാണാൻ നല്ല രസമാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്റ്റുഡിയോയിൽ നല്ലൊരു ആംബിയൻസും ഇത് ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഈ RGB ലൈറ്റിംഗ് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഈ പറയുന്ന മൈക്രോഫോണിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ മൈക്രോഫോണിൽ ഒരു മൈക്ക് ഗെയിൻ നോബ് കിട്ടുന്നുണ്ട്. ഇത് ഉപയോഗിച്ച് നമ്മുടെ ഈ മൈക്രോഫോണിൻ്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഗെയിൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ മൈക്രോഫോണിൻ്റെ പിക്കപ്പ് പാറ്റേൺ വരുന്നത് കാർഡിയോഡ് പോളാർ പാറ്റേൺ ആണ്. അതായത് ഹാർട്ട് ഷേപ്പ്. ഈ ഹാർട്ട് അല്ല, ഈ ഹാർട്ട് ഷേപ്പ്. അതുകൊണ്ട് തന്നെ ഈ Maono ലോഗോ വരുന്ന സൈഡിൽ നിന്നുള്ള ഓഡിയോ ആയിരിക്കും ഈ മൈക്രോഫോൺ കൂടുതലായിട്ടും പിക്കപ്പ് ചെയ്യുന്നത്. സറൗണ്ടിങ്സിൽ നിന്നുള്ള ഓഡിയോ വളരെ കുറച്ച് മാത്രമേ പിക്കപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ബെറ്റർ ആംബിയൻ നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് ഈ ഒരു മൈക്രോഫോണിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മൈക്രോഫോണിനുള്ളിലായിട്ട് ഒരു പ്രൊഫഷണൽ സൗണ്ട് ചിപ്പും കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വെൽ പ്രോസസ്ഡ് ആയിട്ടുള്ള ഓഡിയോ ആയിരിക്കും നമുക്ക് ഈ മൈക്രോഫോണിൽ നിന്ന് ഔട്ട്പുട്ട് ആയിട്ട് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ. ഹലോ 1 2 3 സൗണ്ട് ചെക്ക് 1 2 3. സോ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഇൻബിൽറ്റ് മൈക്രോഫോൺ വഴിയാണ്. സോ ഇങ്ങനെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഒരു ലാവ്ലിയർ മൈക്രോഫോണിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ക്വാളിറ്റിക്ക് എന്തുമാത്രം ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നോക്കാം. സോ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്ന നമ്മുടെ Maonoയുടെ AU100 എന്ന് പറയുന്ന ലാവ്ലിയർ മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. സോ ഇങ്ങനെ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ Maonoയുടെ RGB ഗെയിമിംഗ് കണ്ടൻസർ മൈക്രോഫോണിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ക്വാളിറ്റിക്ക് എന്തുമാത്രം ഡിഫറൻസ് വരുന്നുണ്ടെന്ന് നോക്കാം. സോ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഓഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ Maonoയുടെ RGB ഗെയിമിംഗ് കണ്ടൻസർ മൈക്രോഫോൺ വഴിയാണ്. സോ ഇങ്ങനൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു ക്വാളിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒപ്പം തന്നെ ഈ കംപ്ലീറ്റ് വീഡിയോയും റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ റോ ഓഡിയോ ആണ്. ഒരു രീതിയിലുള്ള എഡിറ്റിംഗ് നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഈ മൈക്രോഫോണിൽ ഒരു മൈക്ക് ഗെയിൻ നോബ് കിട്ടുന്നുണ്ട്. ഇതുപയോഗിച്ച് നമുക്ക് ഈ മൈക്രോഫോണിൻ്റെ ഗെയിൻ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഈ മൈക്ക് ഗെയിൻ നോബ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണെങ്കിൽ നമുക്ക് മൈക്കിൻ്റെ ഗെയിൻ കൂട്ടാൻ പറ്റും. സോ ഞാനിപ്പോൾ മൈക്ക് ഗെയിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് 100%. സോ ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ മൈക്ക് ഗെയിൻ കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ മൈക്കിൻ്റെ സെൻസിറ്റിവിറ്റി കൂടും. അതിനനുസരിച്ച് ആംബിയൻ നോയ്സും അധികമായിട്ട് പിക്കപ്പ് ചെയ്യാൻ തുടങ്ങും. ഇനി ഈ മൈക്ക് ഗെയിൻ നോബ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്കുകയാണെങ്കിൽ മൈക്കിൻ്റെ ഗെയിൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഞാൻ എന്തായാലും ഇവിടെ 0 ആക്കുന്നില്ല, കുറച്ചൊന്ന് കുറയ്ക്കുന്നേ ഉള്ളൂ. കാരണം 0 ആയിക്കഴിഞ്ഞാൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. സോ ഇങ്ങനൊരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ മൈക്കിൻ്റെ ഗെയിൻ കുറയ്ക്കുന്നതിനനുസരിച്ച് മൈക്കിൻ്റെ സെൻസിറ്റിവിറ്റി കുറയും. അതിനനുസരിച്ച് ആംബിയൻ നോയ്സും വളരെ കുറച്ച് മാത്രമേ പിക്കപ്പ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നോർമൽ കണ്ടീഷൻസിൽ മൈക്ക് ഗെയിൻ ഒരു 40 to 50% ആ ഒരു ലെവലിൽ വെച്ച് യൂസ് ചെയ്യാനാണ്. കാരണം ആ ഒരു ലെവലിൽ നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നീട് ഈ മൈക്രോഫോൺ മാക് OSലും വിൻഡോസിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ മൈക്രോഫോൺ നമ്മുടെ സ്മാർട്ട് ഫോണിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് OTG അല്ലെങ്കിൽ ഒരു അഡാപ്റ്റർ മേടിച്ചാൽ മാത്രം മതി. കറൻ്റ്ലി ഞാൻ എൻ്റെ സ്മാർട്ട് ഫോണിലാണ് ഈ മൈക്രോഫോൺ ഇപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ മൈക്രോഫോൺ ഒരു PC-യിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാനാണ്. കാരണം ഇതൊരു USB കണ്ടൻസർ മൈക്രോഫോൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു PC-യിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് Audacity പോലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇനി ഫൈനലി ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 3299 രൂപയാണ്. ആമസോണിൽ അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രോഡക്ട്സിലും ടാഗ് ചെയ്തേക്കാം. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.